പാലക്കാട് നെല്ലിയാമ്പതിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും ചില്ലിക്കൊമ്പൻ ഇറങ്ങി. കൂനമ്പാലത്തെ ലയങ്ങളോട് ചേർന്നാണ് പുലർച്ചെ മുതൽ കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുള്ളത്. ആനയെ കാട്ടിലേക്ക് തുരത്താൻ വനപാലക സംഘം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എസ് വിനേഷ് വിവരങ്ങൾ നൽകും. വിനേഷ്, ആന ഏതെങ്കിലും തരത്തിലുള്ള അക്രമം കാണിച്ചിട്ടുണ്ടോ? ആനയെ തുരത്താൻ ശ്രമം തുടരുകയാണോ? വിവരങ്ങൾ. പാർവതി, ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഈ നെല്ലിയാമ്പതി മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് ചില്ലിക്കൊമ്പൻ. പൊതുവെ ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. പക്ഷെ ചില്ലിക്കൊമ്പൻ ഈ ഒരാഴ്ചക്കകം 2 തവണയാണ് വരുന്നത്. അത് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും ജനങ്ങൾക്ക് വലിയ ഭീതിയാണ് ഈ ആന എത്തുന്നതോടുകൂടി ഉണ്ടാവുന്നത്. നമുക്കറിയാം, ഈ നെല്ലിയാമ്പതി മേഖലയിലെല്ലാം വളരെ അടുത്തടുത്തല്ല വീടുകളുള്ളത്. ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. കാർഷിക മേഖല ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ട് കൃഷിയിടങ്ങളെല്ലാം തന്നെ വ്യാപകമായി കാട്ടാനകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചില്ലിക്കൊമ്പന്റെ വരവും ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭീതി ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ വനം വകുപ്പ് ആനയെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ഒരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ പ്രദേശത്ത് ഈ കൂനമ്പാലം ത്തുള്ള എസ്റ്റേറ്റ് ലയങ്ങളുണ്ട്. അത് വനവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ കൂനമ്പാലം. ഈ എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇപ്പോൾ കാട്ടാനയുള്ളത്. ഇതിനെ കാട്ടിലേക്ക് തന്നെ കയറ്റിവിടാനുള്ള ശ്രമത്തിലാണ്. കാട്ടിൽ നിന്നും തീറ്റ തേടിയാണ് ഈ ജീവികൾ ഗ്രാമങ്ങളിൽ എത്തുന്നത്. നമുക്കറിയാം, വനമേഖലയിൽ വലിയ വരൾച്ചയും അതുപോലെ തന്നെ വെള്ളവും ഭക്ഷണവും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വ്യാപകമായി തന്നെ വന്യജീവികൾ, പ്രത്യേകിച്ച് കാട്ടാനകൾ കാടിറങ്ങുന്നത്. പാർവതി. ശരി, നെല്ലിയാമ്പതിയിൽ വീണ്ടും ചില്ലിക്കൊമ്പൻ ഇറങ്ങി. വിവരങ്ങൾ നൽകിയത് വിനേഷ് കുമാർ.